ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. രാത്രിയായിട്ടും സച്ചിയെ വിളിച്ച് കിട്ടാത്തത് കൊണ്ട് തന്നെ കമല വളരെയധികം ടെൻഷനിലാണ്. അങ്ങനെ സച്ചിയും കാത്ത് പുറത്തിറങ്ങി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കമല. ഇത് കണ്ട് ആതിര പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ ഇരിക്കാതെ അമ്മ അകത്ത് വന്ന് കിടക്കാൻ നോക്ക് എന്നൊക്കെ. ഉടനെ കമല പറയുന്നു, എൻ്റെ കുഞ്ഞ് പൈസയ്ക്ക് വേണ്ടി ഓടി നടക്കുകയാണ്, ഞാൻ എങ്ങനെ അകത്ത് കയറിയിരിക്കും, അവൻ വരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കമല. ഈ സമയമാണ് അവിടേക്ക് ഒരു ഓട്ടോറിക്ഷ വരുന്നത്. അതിൽ സച്ചിയായിരുന്നു. ഇതെന്താ നിങ്ങളാരും കിടന്നില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ, എന്താ ഞങ്ങളെല്ലാം ഉറങ്ങിയിട്ട് വരാൻ കാത്തിരിക്കുകയായിരുന്നോ നീ എന്ന് കമല ചോദിക്കുന്നുണ്ട്. അമ്മ ദേഷ്യപ്പെടണ്ട, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു എന്ന് പറഞ്ഞ് സച്ചി ഇപ്പോൾ അകത്തേക്ക് പോകുന്നുണ്ട്. ആതിര ഇപ്പോൾ അകത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ചേട്ടാ അമ്മ ദേഷ്യപ്പെട്ടതല്ല, അമ്മ കുറേ നേരമായി ചേട്ടനെയും കാത്ത് ഉമ്മറപ്പടിയിൽ ഇങ്ങനെ ഇരിക്കുന്നു, വന്ന് കിടക്കാൻ പറഞ്ഞിട്ട് പോലും കിടന്നില്ല. ഇത് കേട്ടപ്പോൾ കമലയും പറയുന്നുണ്ട്, ഈ വീടിൻ്റെ താങ്ങും തണലും ഇപ്പോൾ ഇവൻ ഒരുത്തൻ മാത്രമാണ്. രണ്ടറ്റം മുട്ടിച്ചു കൊണ്ട് പോകാൻ ഇവൻ പെടുന്ന പാട് എനിക്കല്ലേ അറിയൂ. രാവിലെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയാൽ രാത്രി തിരിച്ച് വീട്ടിൽ വരുന്നത് വരെ എനിക്ക് ആദിയാണ് എന്നൊക്കെ കമല പറയുന്നുണ്ട്. ഞങ്ങളെന്താ ഈ വീട്ടിലല്ലെന്നാണോ അമ്മ പറഞ്ഞു വരുന്നത്? സച്ചിയേട്ടൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാം ഞങ്ങൾക്കും അറിയാം എന്ന് ആതിരയും പറയുന്നുണ്ട്. ഞാൻ വരാൻ കുറച്ച് താമസിച്ചതിന് ഇത്രയും പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊരു സ്ഥലത്തേക്ക് പോയതല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ, നീ എവിടെയെങ്കിലും പോകുന്നതല്ല പ്രശ്നം, വരാൻ താമസിച്ചാൽ നിനക്കൊന്ന് വിളിച്ച് പറഞ്ഞൂടെ മോനെ? നേരം വൈകിട്ടും ഫോൺ വിളിച്ച് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊരു സമാധാനമില്ല എന്നൊക്കെ വളരെയധികം സമാധാനത്തോടെ സച്ചിയോട് സംസാരിക്കുന്നുണ്ട് കമല. അമ്മ വിളിച്ചത് ഞാൻ അറിഞ്ഞില്ല, ഫോൺ സൈലൻ്റ് ആയിരുന്നു എന്ന് സച്ചി പറയുമ്പോൾ, എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. വാടക കൊടുക്കുന്ന കാര്യം എന്തായി മോനെ, എവിടെന്നെങ്കിലും ഒപ്പിക്കാൻ സാധിച്ചോ എന്ന് കമല ചോദിക്കുമ്പോൾ, സച്ചി പോക്കറ്റിലിരുന്ന ആ പണം എടുത്ത് കമലയുടെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, വാടക കുടിശ്ശിക മുഴുവനും കൊടുക്കാനില്ല, പക്ഷേ ഇത്രയും കൊടുത്താൽ പിള്ളച്ചേട്ടൻ എങ്ങനെയെങ്കിലും സമാധാനപ്പെടും. ഇത് കൊടുത്താൽ പിള്ളച്ചേട്ടൻ എങ്ങനെയെങ്കിലും സമാധാനപ്പെടും എന്നും സച്ചി പറയുന്നു. വണ്ടിയുടെ കാര്യം എന്തായി മോനെ എന്ന് കമല ചോദിക്കുമ്പോൾ, അതിന് ഇനി വേറെ എവിടെന്നെങ്കിലും ഒപ്പിക്കണം എന്ന് സച്ചി പറയുന്നു. ആ കേസൊന്ന് ജയിച്ച് കിട്ടിയിരുന്നെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നേനെ എന്ന് ആതിര പറയുന്നുണ്ട്. അതെങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കോടാലി പോലെ ഒരുത്തൻ കയറി നിൽക്കുകയല്ലേ? സന്ദീപിൻ്റെ കാര്യത്തിൽ എനിക്ക് ശരിക്കും പേടിയുണ്ട് എന്ന് കമല പറയുമ്പോൾ, അവൻ എന്ത് വേണമെങ്കിലും കോടതിയിൽ പറഞ്ഞോട്ടെ, ബാക്കി വക്കീൽ നോക്കിക്കോളും എന്ന് സച്ചിയും പറയുന്നു. ഉടനെ ആതിര പറയുന്നുണ്ട്, ഞാൻ കുറച്ച് ദിവസമായി ഏട്ടനോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. എവിടെയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചാലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം കിട്ടിയാൽ ഏട്ടനതൊരു ആശ്വാസമാകില്ലേ? എന്താ ഏട്ടനൊന്നും പറയാത്തത് എന്നൊക്കെ ഇങ്ങനെ ആതിര ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എത്ര പേർക്ക് ജോലി കൊടുത്ത വീടായിരുന്നു നമ്മുടേത്, എത്ര കുടുംബങ്ങളാണ് സന്തോഷത്തോടെ നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ കഷ്ടപ്പാട് തീർക്കാൻ നീ ജോലിക്ക് പോകുന്ന കാര്യം എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല എന്ന് സച്ചി പറയുന്നുണ്ട്. പഴയ കാലത്തെ വലിപ്പം പറഞ്ഞിരുന്നാൽ നമ്മുടെ കഷ്ടപ്പാട് മാറില്ലല്ലോ ചേട്ടാ. കോടതി വിധി വരുന്നത് വരെ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട് ആതിര. ഇതെല്ലാം കേട്ടിട്ടൊന്നും തന്നെ മിണ്ടാതെ സച്ചി അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇത് കണ്ടിപ്പോൾ കമല പറയുന്നുണ്ട്, അവനെന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്, അവന് നമ്മളോട് പറയാൻ പറ്റാത്ത എന്തോ ഒന്ന് ഉള്ളിൽ കിടന്ന് കുത്തുന്നുണ്ട്. ഇത് കേട്ട ഉടനെ ആതിര പറയുന്നു, അത് അച്ചു ചേച്ചിയുടെ കാര്യം ഓർത്തിട്ടാണ്, അതിനേക്കാൾ വലുതൊന്നും സച്ചിയേട്ടൻ ഓർക്കാനില്ലല്ലോ എന്ന് പറയുന്നു. ശേഷം ഇപ്പോൾ അവന്തികയും മൂർത്തിയുമാണ് കാണിക്കുന്നത്. ആ ഗൂഗിൾ വക്കീലിനെ ഒന്നുകൂടി പോയി കാണണമെന്നിങ്ങനെ മൂർത്തി പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും കാര്യമില്ല, അയാളുടെ പുറകെ നടന്ന സമയം കളയുന്നതിന് പകരം ആ സച്ചിയുടെ തകർച്ച കാണാനാണ് എനിക്കിപ്പോൾ ആഗ്രഹം. അർച്ചനയെ ഞാൻ എൻ്റെ കാൽക്കീഴിൽ വെറുമൊരു പാവയാക്കി മാറ്റിയില്ലേ? ശത്രുവിനെ കാൽക്കീഴിലിട്ട് ചവിട്ടി അരയ്ക്കുന്നതിൻ്റെ ഒരു രസം, അതിൽ പരം സുഖം വേറെ എന്തുണ്ട് എന്ന് അവന്തിക പറയുന്നു. എനിക്കാണെങ്കിൽ സന്ദീപിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ടെൻഷനുണ്ട്, അവൻ കോടതിയിൽ എന്ത് പറയും എന്നൊക്കെ മൂർത്തി ഇങ്ങനെ ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, അവനെ ഞാൻ എന്നേ വിലയ്ക്ക് വാങ്ങിയതാണ്, അവൻ്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട, സച്ചിക്കെതിരെ അവൻ തന്നെ മൊഴി കൊടുത്തോളും. എന്നിട്ടും ആ സച്ചി അടങ്ങിയില്ലെങ്കിൽ അവൻ ഇനി ഭൂമിയിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല, സ്വന്തം അനിയനെ കൊണ്ട് തന്നെ അവനെ തീർക്കും. ആ കമലയ്ക്കും ബാക്കിയുള്ളവർക്കും ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ പോലും അവൻ്റെ ഒരു ശവത്തിന് തരി പോലും വിട്ടുകൊടുക്കില്ല, കത്തിച്ച് കടലിൽ കലക്കി കളയും ഞാൻ. നാളെ അഥവാ അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയാലും അവൾക്ക് തിരിച്ചു വരാൻ ഒരിടം ഉണ്ടാകരുത്. എൻ്റെ പ്ലാൻ വേറെയാണ്. സച്ചി കൊല്ലപ്പെടും, അനിയൻ ജയിലിലാകും, വാടക വീട്ടിൽ നിന്നും എല്ലാത്തിനെയും ഇറക്കി വിടും, എല്ലാവർക്കും എങ്ങോട്ടും പോകാൻ സ്ഥലമില്ലാതെ തെരുവിൽ അലഞ്ഞു നടക്കും. ഇതൊക്കെ കണ്ടും കേട്ടും ഭ്രാന്ത് പിടിച്ച് അവൾ ആ അർച്ചന തെരുവിൽ അലയുന്നത് എനിക്ക് കാണണം. അതാണ് അവന്തികയുടെ പ്രതികാരം എന്നൊക്കെ ഇപ്പോൾ അവന്തിക പറയുന്നുണ്ട്. ഈ സമയം ചിപ്പി അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് അവന്തിക കാണുന്നില്ലായിരുന്നു. ചിപ്പി കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് അവിടെ നിന്ന് കരയുകയാണ് ചിപ്പി. പെട്ടെന്നാണ് അവന്തിക ചിപ്പി അവിടെ നിൽക്കുന്നത് കാണുന്നത്. മോളെന്ത് ഇവിടെ നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അവന്തിക. ഇത് കേട്ട് ഇപ്പോൾ ചിപ്പി ചോദിക്കുന്നുണ്ട് വളരെ ദേഷ്യത്തോടെ, അമ്മേതിനാ സച്ചിയങ്കളിനെ കൊല്ലുമെന്ന് പറയുന്നത്? പാവ സച്ചിയങ്കൾ എന്ത് തെറ്റാ അമ്മയോട് ചെയ്തത്? അമ്മയും ഈ അങ്കിളും ഇത്രയ്ക്ക് ചീത്തയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ചിപ്പി മോളെ, ഞങ്ങളൊരു കഥ പറഞ്ഞതാണ്, ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യമല്ലല്ലോ അല്ലേ മാഡം എന്നിങ്ങനെ മൂർത്തി ചോദിക്കുന്നു.
അമ്മ കള്ളം പറയുന്നതാണ്, ഞാനിത് സച്ചിങ്ങളോട് പറഞ്ഞു കൊടുക്കും. ഇത് ചിപ്പി ഇങ്ങനെ പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, മോളമ്മയെ തെറ്റിദ്ധരിച്ചതാണ്, മോൾക്ക് ഉറക്കം വരുന്നില്ലേ, വാ അമ്മ കിടത്തി ഉറക്കാമെന്ന് അവന്തിക പറയുന്നു. ഇല്ല, എനിക്ക് പേടിയാണ്, സച്ചിങ്ങളിൽ എന്തെങ്കിലും പറ്റിയാൽ ഞാൻ ആരോടും വേണ്ടില്ല എന്ന് പറഞ്ഞ് ചിപ്പി ഇപ്പോൾ അവിടെ നിന്ന് ദേഷ്യത്തിൽ ഓടിപ്പോകുന്നു. കരഞ്ഞുകൊണ്ട് ബെഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ചിപ്പി. അവിടേക്ക് ഇപ്പോൾ അവന്തിക എത്തിയിരിക്കുകയാണ്. മോൾ എഴുന്നേക്ക്, ഈ പാലത്ത് കുടിച്ചിട്ട് കിടക്കയെന്ന് അവന്തിക പറയുന്നുണ്ട്. എന്നാൽ വേണ്ട എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് ചിപ്പി. അവന്തിക ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട്, എന്നാൽ അതിനൊന്നും ചിപ്പി സമ്മതിക്കുന്നില്ല. അമ്മ എന്താ അങ്കിളിനോട് പറഞ്ഞത്? ആരുടെയും ഓർമ്മ നഷ്ടപ്പെട്ട കാര്യം പറഞ്ഞല്ലോ, അമ്മയ്ക്ക് ആരോടാണ് ഇത്രയും ദേഷ്യം എന്ന് ചിപ്പി ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഓ അത് മോള് കേട്ടിട്ടാണോ, അത് കേട്ടിട്ടാണോ മോൾക്ക് അമ്മയോട് ഇത്രയും ദേഷ്യം? അത് അമ്മയുടെ പഴയ ഒരു കൂട്ടുകാരിയുടെ കാര്യമാണ്, വാ മോൾ എഴുന്നേക്ക് എന്നൊക്കെ അവന്തിക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. പാവം എൻ്റെ കൂട്ടുകാരി, അവൾക്കൊരു അപകടത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ടു പോയി, അവളെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയായിരുന്നു അമ്മയും മകളും കൂടി. ഇത് കേട്ട് ചിപ്പി ചോദിക്കുന്നുണ്ട്, ആ ആൻറ്റിയുടെ പേര് അർച്ചനയെന്നാണോ? ഞാൻ കേട്ടു അമ്മ ആ പേര് പറയുന്നത്. ഇത് കേട്ടു തന്നെ അവന്തിക പറയുന്നുണ്ട്, അയ്യോ എൻ്റെ മോൾക്ക് ഇത്രയും വലിയ ചെവി ഉണ്ടായിരുന്നോ? അതെ, അവളുടെ പേര് അർച്ചനയെന്നായിരുന്നു, അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു എന്ന് അവന്തിക പറയുമ്പോൾ ചിപ്പി ചോദിക്കുന്നുണ്ട്, പിന്നെ അമ്മ ആരെയും കൊല്ലുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ, എനിക്കാണെങ്കിൽ സിനിമയിൽ പോലും ആരെങ്കിലും കൊല്ലുന്നത് കാണുന്നത് തന്നെ പേടിയാണ്. ഉടനെ അവന്തിക പറയുന്നുണ്ട്, അത് അമ്മയ്ക്കും പേടിയാണ് മോളെ, ഞാനൊരു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിലും അങ്ങനെ ഉണ്ടായിരുന്നു, അത് കഴിയുന്നത് വരെ അമ്മ കണ്ണടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ മൂർത്തി അങ്കിളിനോട് പറഞ്ഞത്, അല്ലാതെ ഈ ലോകത്ത് അമ്മയ്ക്ക് ആരെങ്കിലും ഉപദ്രവിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ഇപ്പോൾ പറയുകയാണ് അവന്തിക. ഉടനെ ചിപ്പിമോൾ പറയുന്നുണ്ട്, എനിക്ക് സച്ചയങ്ങളുടെ കാര്യം കേട്ടപ്പോൾ തന്നെ പേടിയായി, അങ്കിളിനൊന്നും സംഭവിക്കില്ലല്ലോ എന്ന് ചിപ്പി ചോദിക്കുന്നുണ്ട് അവന്തികയോട്. സച്ചയങ്ങളിനൊന്നും സംഭവിക്കില്ല, മോള് ഈ പാല് കുടിച്ച് സമാധാനത്തോടെ കിടന്നുറങ്ങ് എന്ന് അവന്തിക പറയുന്നത് കേട്ട് ചിപ്പി ഇപ്പോൾ കുറച്ച് പാല് കുടിക്കുന്നുണ്ട്. ശേഷം അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, മോള് പേടിക്കാതെ കിടന്നുറങ്ങിക്കോ, അമ്മയിലെ കൂടെ എന്നൊക്കെ പറഞ്ഞ് ചിപ്പി അവിടെ കിടത്തുന്നുണ്ട് അവന്തിക. സച്ചിയോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് ചിപ്പിമോൾക്ക്. അവൻ്റെ കാര്യം കേട്ടപ്പോൾ തന്നെ എൻ്റെ മോൾ ഇങ്ങനെയായി, ഇനി ഈ വീട്ടിൽ സച്ചിയുടെ പേര് പറയുമ്പോൾ തന്നെ സൂക്ഷിക്കണം. ചിപ്പിമോൾ എന്തെങ്കിലും കേട്ടാൽ അതപ്പോൾ തന്നെ സച്ചി അറിയിക്കും, അവനെ തീർക്കാതെ എൻ്റെ മോൾക്ക് പോലും സമാധാനം കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇപ്പോൾ അവന്തിക. ശേഷം കഴിഞ്ഞ സച്ചി ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം എതിർവശത്ത് നിന്നും ഒരു ലോറി വന്ന് സച്ചിയെ ഇടിച്ചിടുന്നുണ്ട്. അങ്ങനെ സച്ചിക്ക് അപകടം സംഭവിക്കുന്നു. ഇത് അർച്ചന കണ്ട സ്വപ്നമായിരുന്നു. സച്ചിയേട്ടാ എന്ന് നിലവിളിച്ചുകൊണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട് അർച്ചന. ദൈവമേ, എൻ്റെ സച്ചിയേട്ടൻ എന്ന് പറഞ്ഞ് വളരെയധികം വിഷമത്തോടെ വളരെ ടെൻഷനോടെയും ആ താലിയിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അർച്ചന. ഇത് കേട്ട് പുറത്ത് ഡോറിൽ അവർ വന്ന് തട്ടുന്നുണ്ട്. അങ്ങനെ അർച്ചന ചെന്ന് ഡോറൊക്കെ തുറക്കുന്നു. ഗോകുലും ശിശിരയും ശോഭനയും ഉണ്ടായിരുന്നു. എന്ത് പറ്റി എന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഞാനൊരു സ്വപ്നം കണ്ടതാണ് എന്ന് അർച്ചന പറയുമ്പോൾ ശിശിര ചോദിക്കുന്നുണ്ട്, സ്വപ്നത്തിൽ ബഹളം വെച്ച് ആരുടെ പേര് വിളിക്കുന്നുണ്ടായിരുന്നു? ഉടനെ ഇപ്പോൾ ശോഭന ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ മോളെ ഈ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കുന്നത്? ഗൗരിമോളുടെ കൂടെ ഞാൻ കിടന്നോളാം, നീ പോയി ഗോകുലിൻ്റെ കൂടെ കിടക്കാൻ നോക്ക്, അപ്പോൾ നിന്റെ പേടിയൊക്കെ മാറും എന്നിങ്ങനെ ശോഭന പറയുന്നു. അമ്മ പറഞ്ഞത് ശരിയാണ്, നീ ഇനി മുതൽ ഇവിടെ കിടക്കുന്നത് മാറ്റണം. ഭാര്യയും ഭർത്താവുമായാൽ ഒരുമിച്ചാണ് കിടക്കേണ്ടത്, അല്ലാതെ ഈ രണ്ട് മുറികളിലല്ല. അവൻ അവിടെയും നീ ഇവിടെയുമായിട്ട് എത്ര നാൾ ഇങ്ങനെ കിടക്കും? നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ദമ്പതി പൂജയ്ക്ക് പോയത് എന്നൊക്കെ ഇങ്ങനെ ശിശിര ചോദിക്കുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇതാണോ ഇപ്പോൾ ഇവിടുത്തെ വലിയ കാര്യം? നിങ്ങളെല്ലാവരും ഒന്ന് പോയി എന്ന് പറഞ്ഞ് ഇപ്പോൾ ഗോകുൽ ഇപ്പോൾ അവരെ രണ്ടുപേരെയും പുറത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ശേഷം അർച്ചനയോട് പറയുന്നുണ്ട്, താൻ ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോളൂ, അപ്പുറത്തെ മുറിയിൽ ഞാനുണ്ടല്ലോ, ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ഇപ്പോൾ ഗോകുൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ വീണ്ടും പോയി കഥ ഡോറൊക്കെ അടയ്ക്കുന്നുണ്ട് അർച്ചന. വളരെയധികം ടെൻഷനോടെ തന്നെയാണ് ഇപ്പോൾ അർച്ചന അവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ താഴേക്ക് വന്നതിന് ശേഷം ശോഭന പറയുന്നുണ്ട്, ആ മഠത്തിൽ പോയി വന്നതിന് ശേഷം അവളുടെ മാനസിക നില ആകെ തെറ്റിയതുപോലെയാണ്, അത് ആ ഭ്രാന്തൻ സച്ചി ശല്യപ്പെടുത്തിയതൊക്കെയാണ് എന്നിങ്ങനെ ശോഭന പറയുന്നു. രാജീവും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് നിങ്ങളിത് വലിയ കാര്യമാക്കണ്ട എന്ന് ഗോകുൽ പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, അളിയ ആ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നപ്പോൾ സമൃദ്ധ ആരുടെ പേരാണ് വിളിച്ചത് എന്നിങ്ങനെ രാജീവ് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഗോകുലിൻ്റെ പേര്, അല്ലാതെ അവൾ ആരുടെ പേര് വിളിക്കാനാ എന്ന് ശിശിര പറയുന്നു. പക്ഷെ ഞാൻ കേട്ടത് അങ്ങനെയല്ലല്ലോ എന്ന് രാജീവ് പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ അകത്ത് ടെൻഷനോടെ കേട്ടിരിക്കുന്നുണ്ടായിരുന്നു അർച്ചന. രാജീവേട്ടൻ വന്നേ, സമയം ഒരുപാടായി, വാ കിടക്കാമെന്നൊക്കെ പറഞ്ഞ് രാജീവൻ ഇപ്പോൾ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ശിശിര. അങ്ങനെ ഇപ്പോൾ പൂജ നടന്ന ദിവസത്തെ കാര്യങ്ങളും സച്ചിയോടൊപ്പം ഉണ്ടായിരുന്ന ആ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ആലോചിച്ചിരുന്ന് കരയുന്നുണ്ട് ഇപ്പോൾ അർച്ചന. അങ്ങനെ ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കുകയാണ്. രാവിലെ തന്നെ സച്ചി ഇപ്പോൾ ആരതിയുടെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്.
സച്ചി ആണെങ്കിൽ അവിടെ ഇരുന്ന് ന്യൂസ് പേപ്പർ വായിച്ച് ഉറങ്ങിപ്പോയിരിക്കുകയാണ്. ആരതി ഇപ്പോൾ അവിടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, സച്ചി എന്താ ഇത്രയും രാവിലെ ഇവിടേക്ക് വന്നത്? ഞാൻ വരുന്നത് 10 മണിക്കാണെന്ന് സച്ചിക്ക് അറിയില്ലേ? എന്താ ഇത്ര നേരത്തെ വന്നത്? സച്ചി ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ എന്നൊക്കെ ആരതി ഇപ്പോൾ സച്ചിയോട് ചോദിക്കുന്നുണ്ട്. ഉടനെ സച്ചി പറയുന്നുണ്ട്, ഞാൻ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി, കണ്ണടച്ചാൽ മുന്നിൽ വരുന്നത് അർച്ചനയുടെ മുഖവും ഗൂഗിൾ സാറിൻ്റെ വീടുമാണ് എന്നൊക്കെ സങ്കടത്തോടെ ഇപ്പോൾ ആരതിയോട് പറയുകയാണ് സച്ചി. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.